Multifunctional group molecules are important in living organisms. Some are long-chain biopolymers and these includes peptides, DNA, RNA. എന്താ എന്താ പപ്പ? ആരാ ഇവിടെ വന്നത്? അറിയില്ല പപ്പ, ഞാൻ ആരെയും കണ്ടില്ല. എന്താ? ഒന്നുമില്ല. മോൾ പൊയ്ക്കോ, പോ. ഇതാണ് അവളുടെ വീടിന്റെ പ്ലാൻ. ജോണ്ടിക്ക് എങ്ങനെ അറിയാം? ചുമ്മാതല്ല, ഞാൻ അവളുടെ വീട്ടിൽ 2-3 പ്രാവശ്യം പോയത്. ഓ അങ്ങനെ. എനിവേ, എത്രയും പെട്ടെന്ന് ആ സീക്രട്ട് ബുക്കിൽ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഈ പ്ലാൻ നോക്കിയിട്ട് നിങ്ങൾ പറ, എങ്ങനെ ഇതിനുള്ളിൽ കയറും? അല്ല, നിങ്ങൾക്കാണല്ലോ മോഷണത്തിൽ എക്സ്പീരിയൻസ്. കമോൺ ഡാനി. ഇത് കിച്ചൺ അല്ലടാ പൊട്ട, ഇത് ബാത്റൂമാ. കിച്ചൺ ഇരിക്കുന്നിടത്ത് ബാത്റൂമോ? ഈ പ്ലാൻ തന്നെ തെറ്റാ. പോടാ. അബു, നീ നോക്കിയേ. അല്ല, ഇതിലേതാ സാധനം വെച്ചിട്ടുള്ള? അതേ ഇവിടെയാ. കമ്പിയടിയിട്ട് ജനൽ, ഒരേ ഒരു എൻട്രൻസ്, ഹോള് കഴിഞ്ഞ റൈറ്റ്. ഐഡിയ. നമുക്ക് 2ാം നില ഏണി വഴി കയറി ജനാല വഴി അകത്തിറങ്ങാം. എടാ, ഇത് മറിയാമ്മ ചേർത്തിട്ട് ഡക്ക് ഫാം ഒന്നുമല്ല, മുട്ട മോട്ടിക്കാനൊന്നുമല്ല നമ്മളവിടെ പോകുന്നത്. അല്ല, സാറ് ക്ലാസ്സിൽ പോണ സമയത്താണെങ്കി എളുപ്പം പൊക്കാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എടാ, അയാള് ക്ലാസ്സിൽ വരുമ്പോ ആ സാധനം എടുക്കാറാ പതിവ്. പിന്നെ ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് ഇനിയാണ് അതവിടെ വെച്ചിട്ട് പോവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ചാർലി സാറ് വീട്ടിലുള്ളപ്പോ നമുക്ക് അത് അടിച്ചെടുക്കണം. അത് റിസ്കാ. വേറെ വഴിയില്ല. എങ്കി 2ാം നിലയിലെ. എടാ പൊട്ട, നിന്നോട് പറഞ്ഞതല്ലേ ആ ജനലിന് കമ്പിയിട്ടിരിക്കുവാണെന്ന്. സോറി. ഒരു കൈ മാത്രമേ അതിൽ കടക്കൂ. ജോണ്ടി, ഇതിൽ കയറണമെങ്കിൽ 2 വഴിയുണ്ട്. ഒന്നുകിൽ താഴത്തെ നിലയിലെ അടുക്കള വാതിൽ, അല്ലെങ്കിൽ മുൻവാതിൽ. യെസ്, പക്ഷേ അത് രണ്ടും നല്ല സ്ട്രോങ്ങാ, നമുക്ക് പൊളിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആ പെണ്ണിന്റെ സഹായം ചോദിക്കേണ്ടി വരും. പക്ഷെ ചാർലി സാറിന്റെ കാര്യം അവളറിഞ്ഞാ പ്രശ്നമാവൂലേ? ആവും, പക്ഷെ അത് അവൾ അറിയണം, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ബുക്കും അതിലെ സീക്രട്സും എല്ലാം അവൾ അറിയണം. ശരി അമ്മു. ഹായ്. ഹായ്. ജോൺ എന്തിനാ ഞാൻ നിക്കണെന്ന് പറഞ്ഞേ? റോസ്, എനിക്ക് എങ്ങനെ പറയണോന്നറിയില്ല. നീ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഞാൻ എന്തിനാ ജോണിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നേ? എന്നാൽ ഞാനൊരു കാര്യം പറയാം. പറയ്. റോസിന്റെ പപ്പയോ? റോസിന്റെ പപ്പ ചാർലി സാറിനെ ചുറ്റിപ്പറ്റി എന്തോ അപകടം ഞാൻ മണക്കുന്നുണ്ട്. ജോൺ, നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പപ്പ ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ആ കാണുന്ന റഫ്നെസ് മാത്രമേ ഉള്ളൂ.
എന്റെ പപ്പ പാവ, നിനക്കറിയില്ലാത്തോണ്ടാ. റോസ് പ്ലീസ് ഡോണ്ട് ബി ഇമോഷണൽ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നിന്റെ പപ്പയെ സേവ് ചെയ്യണമെങ്കിൽ ആ സീക്രട്ട് ബുക്കിൽ എന്താണെന്ന് നമ്മൾ അറിയണം. സീക്രട്ട് ബുക്കോ? അതെ. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. നീ ഇത് വിശ്വസിച്ചേ പറ്റൂ. ബട്ട് ജോൺ, എനിക്ക് എന്റെ പപ്പയെ വേണം. നിന്റെ പപ്പയെ നമുക്ക് രക്ഷിക്കാം. അതിനു മുമ്പ് പപ്പയുടെ കയ്യിലിരിക്കുന്ന ആ സീക്രട്ട് ബുക്ക് അതിലെന്താണെന്ന് നമുക്കറിയണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം. ഞാൻ എന്താ ചെയ്യണ്ടേ? ഉടൻ തന്നെ അതെടുക്കണം. ബട്ട് ജോൺ, അത് എടുക്കാൻ കഴിയില്ല. പപ്പയുടെ അടുത്താണ്. നമുക്കതെടുക്കാം. എങ്ങനെ? നിന്റെ സഹായം എനിക്ക് ആവശ്യം വരും. എല്ലാം പ്ലാൻ ചെയ്ത ശേഷം ഞാൻ പറയാം. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ജോൺ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ അറിയാൻ പോകുന്നു. ഓക്കെ? ഓക്കെ. അപ്പൊ നീയെല്ലാം റോസിനോട് പറഞ്ഞോ? യെസ്, പറഞ്ഞു. എന്നിട്ട് ആദ്യം കുറെ ടെൻഷൻ അടിച്ചു. പിന്നെ പിന്നെ പതിയെ അവൾക്കെല്ലാം മനസ്സിലായി. പാവം. ഇന്ന് രാത്രി 10 മണിക്ക് നമ്മൾ ചാർലി സാറിന്റെ വീട്ടിൽ കയറുന്നു. ഇന്ന് അവള് നമുക്ക് മെയിൻ ഡോർ തുറന്നു തരും. അവൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ ജോണ്ടി? അവളുടെ അച്ഛനെ രക്ഷിക്കാനല്ലേ. ധൈര്യം താനെ വരും. അമ്പോ, നീ ആള് കുറുക്കൻ തന്നെ. എന്താ ഒരു ബുദ്ധി. അബു, നമ്മുടെ ഈ ഓപ്പറേഷൻ വളരെ കെയർഫുൾ ആയിരിക്കണം. നിന്റെ താറാവിന്റെ മോഷണം പോലെ ഈസി അല്ലേ അത് നിന്റെ അസിസ്റ്റന്റ് ഡാനി വാട്സനോട് പറഞ്ഞാ മതി. പറഞ്ഞ പോലെ ഡാനി എന്തേ? അവനിപ്പൊ തന്നെ തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. മോഷണം അവന് ഇഷ്ടമുള്ള പണിയല്ലേ. മോഷ്ടിക്കാൻ മുമ്പോ അവന്റെ ഒരു ആവേശം കാണണം. ഹോ, അത് കാണേണ്ടത് തന്നെയാ. അതൊക്കെ പോട്ടെ. നീ ഡാനിയുടെ ഈ ഓപ്പറേഷനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അവൻ വല്ല മണ്ടത്തരം കാണിച്ചേക്കും. പിന്നെ നമ്മൾ പിടിക്കപ്പെട്ടാൽ റോസ് അവള് പ്രശ്നത്തിലാവും. മനസ്സിലായോ? മനസ്സിലായേ. അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ കൃത്യം 10 മണിക്ക് ഡാനിയോട് റെഡിയായിട്ട് നിൽക്കാൻ പറയണം. ഓക്കെ? ജയിച്ചിഞ്ചു. റോസൻ സിഗ്നൽ കൊടുക്കണ്ടേ? വേണം. നീ സിഗ്നൽ വേണ്ട, ഞാൻ കൊടുക്കാം. എന്നാ കൊടുക്ക്. രാവിലെ നല്ല സൗണ്ടായിരുന്നു. ഇപ്പൊ നീ കൊടുക്ക്. റോസ്, നിന്റെ സിഗ്നലൊന്നും അവള് കേട്ടില്ല. കണ്ണിലാണെന്ന് കൂർക്കം വലിക്കണോ? ഞാൻ ഇപ്പൊ ശരിയാക്കാം. എന്ത് ചെയ്യാൻ പോകുന്നു? കോളിംഗ് ബെൽ അടിക്കാൻ. പ്ലീസ്. വേണ്ടെങ്കി വേണ്ട. റോസ്, റോസ്, എണീക്ക് റോസ്. ഡോർ, ഡോർ. വാ വാ വാ. എല്ലാരും കൂടി മുറിക്കകത്തോട്ട് കയറണ്ട. കറക്റ്റ്. റോസ് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പോവാം. വാ. നീ പുറത്ത് നിന്നാ മതി. എന്തോടോ ദേഹം മുഴുവനും കരിയാ. ഇവിടെ നിന്നാ മതി. ഞാനോ? പുറത്തോ? എന്തെങ്കിലും അപകടം ഉണ്ടായാ മുൻകൂട്ടി അറിയിക്കണ്ടേ? യെസ്. ഇനി ഞാൻ പുറത്തുണ്ടാവും. നിങ്ങൾ പോയിച്ചോ. ജയിച്ചോ? ഓ, ജയിച്ചോ? ചെല്ലി ചെല്ലി. പോടാ.
റോസ്, ഞാൻ പറഞ്ഞ ആ നമ്പർ. ജോൺ, അത് എന്തു പറ്റി? ആ നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. ആ സംഭവത്തിന് ശേഷം പപ്പ ആ ലോക്കർ തുറന്നിട്ടില്ല. കുഴപ്പായോ? ഞാനിനി എന്ത് ചെയ്യാനാ ജോൺ? പപ്പയുള്ളപ്പോ എന്നെ ഈ മുറി പോലും കേട്ടത്തില്ല. നമ്മളിനി എന്ത് ചെയ്യും? എന്തായാലും പെട്ടെന്ന് വേണം. വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. സാറിന്റെ ഫേവറേറ്റ് നമ്പർ എന്തെങ്കിലും? നോ, അങ്ങനെയൊന്നുമില്ല. ലോക്കർ 6 ഡിജിറ്റാ. പപ്പയുടെ ഓർമ്മയിൽ മാത്രമുള്ള 6 അക്ക നമ്പർ. ജോൺ, പതുക്കെ. പതുക്കെ. റോസ്, ഐ ഗോട്ട് ഇറ്റ്. സാറിന്റെ കയ്യിലെ ബ്ലഡ് 4 ഡിജിറ്റിലുണ്ട്. 1389. പക്ഷേ അതിന്റെ ഓർഡർ 6 ഡിജിറ്റ്. ഇതിലേതെങ്കിലും ഒരു നമ്പർ 3 തവണയോ 2 നമ്പർ 2 തവണയോ ഞെക്കിയിട്ടുണ്ടാവും. യു ആർ റൈറ്റ്. ഈ നമ്പർ സാറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ? നോ, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഇനിയുള്ള 2 എണ്ണം 13 റിപ്പീറ്റ് ചെയ്യ് ജോൺ. ശ്ശേ. ഇത് റിവേഴ്സ് ഓർഡറിലാണെങ്കിലോ? എങ്ങനെ വേണമെങ്കിലും ആവാം, പക്ഷെ തെറ്റിയാ? ജോൺ, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. റോസ്, നമുക്ക് എത്ര ചാൻസ് ഉണ്ട്? 3 അതോ? ഐ ഡോണ്ട് നോ. മാത്തമാറ്റിക്കലി ഈ നമ്പേഴ്സ് തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. ജോൺ, നീ 9 8 ഒന്നുകൂടി പ്രസ് ചെയ്യ്. ജോൺ, നമുക്കിത് വിടാം. നോ. ഇത് തെറ്റിയ എല്ലാം പപ്പ അറിയും. പിന്നെ എന്താ ഉണ്ടാവുന്ന പറയാൻ പറ്റില്ല. റോസ്, എനിക്കതറിയാം. പക്ഷെ എത്രയും പെട്ടെന്ന് നിന്റെ പപ്പയെ തടഞ്ഞേ പറ്റൂ. ഈ പിൻ നമ്പർ എനിക്ക് കിട്ടും, ഷുവർ. മിസ്റ്റർ ചാർലി, അസിസ്റ്റന്റ് പ്രൊഫസർ, സെൻട്രൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൽക്കട്ട. ചാർലി, CHARLI. യെസ്. സി, ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ 3rd ലെറ്റർ. H 8. A 1. R 18. യെസ്. 1 + 8 9. L 12. 1 + 2 3. I 9. റോസ്, കിട്ടി. 381939. ശരിയായി. ചാർലി എന്ന പേരിലെ നമ്പേഴ്സ്. ജോൺ, ഇത് ശരിയായിരിക്കോ? ദിസ് ഈസ് അവർ ലാസ്റ്റ് ചാൻസ്. ജീസസ്. യെസ്, തുറന്നു. താക്കോൽ. യെസ്, ഗോട്ട് ഇറ്റ്. ആരാ അവിടെ? അയ്യോ പപ്പ. അയ്യോ, വാ 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 വാ. വാടാ, വാ വാ വാ. വാ. ഇതെന്താ? മിണ്ടാതിരിടാ. തുറക്കാൻ നോക്കുക. നീ വെറുതെ ഇരിക്കും. ഇതെന്താ, പോക്കറ്റ് ഡിക്ഷണറിയോ? പപ്പ ഇത് ഇടയ്ക്കൊക്കെ തുറന്നു നോക്കാറുണ്ട്. പക്ഷേ അത് ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, ഇതിപ്പോ എന്ത് ചെയ്യാനാ? ജോണ്ടി, പപ്പ എന്താ എഴുതിയിരിക്കുന്നു നോക്കി. ഇത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് റെഡ്യൂസ് ചെയ്തിരിക്കുക. കെമിസ്ട്രിയാ, എന്തൊക്കെയോ ഫോർമുലകളാ. നമ്മളിത് വായിച്ചിട്ട് എന്ത് ചെയ്യും? വായിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോഴാ ജോൺ, ഇതിലെന്താ മിസ്റ്ററി ഉണ്ടല്ലേ? യെസ്, ഐ ഫിയർ ദാറ്റ്. നീ ഇതൊന്ന് പിടിച്ചേ. അല്ല, ഇതെല്ലാം മറ്റൊന്നും കിട്ടിയില്ലേ? ഇല്ല.
റോസ്, നീ ഇത് തിരികെ വെച്ചോ. സാർ ഉണരുന്നതിന് മുമ്പ് പോ 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 പോ. ഇത് പിടിച്ചോ. കീ കീ. വേഗം പോടാ. റോസ്, എന്താ ഇവിടെ? ഞാൻ വെള്ളം കുടിക്കാൻ. ഈ ഇരുട്ടത്തോ? ആ, പോയി കിടക്ക. ആ ബുക്കിൽ എന്താണെന്ന് അറിയണം. എന്നാലേ ഈ സംഭവങ്ങളുടെ പിന്നിലെ മോട്ടീവ് എന്താണെന്ന് അറിയൂ. മോട്ടീവ്? അതായത് കാരണം അഥവാ ഉദ്ദേശം. ഹോംസ് അങ്കിൾ പറയുന്നത് ഒരു ക്രൈമിന്റെ പിന്നിൽ 3 പ്രോസസ് ഉണ്ടെന്നാണ്. മോട്ടീവ് അഥവാ ഉദ്ദേശം, കോൺസ്പിറസി അഥവാ ഗൂഢാലോചന, ആക്ട് അഥവാ ക്രിമിനൽ ആക്ഷൻ, കൊലപാതകമോ കിഡ്നാപ്പോ അങ്ങനെ എന്തെങ്കിലും. സോ എതിരാളികളുടെ ഉദ്ദേശം എന്തെന്നറിയാതെ നമ്മൾ ഏതു വഴിക്ക് നീങ്ങും? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടാവോ? ആര്? ഈ അക്ഷരങ്ങളും ചിഹ്നങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാൻ ഒരു സയന്റിസ്റ്റ് തന്നെ വേണം. അങ്ങനെ ആരും ഈ പരിസരത്തില്ല. അല്ല, സ്കൂളിലെ ടീച്ചർമാരോട് ചോദിച്ചാലോ? എനിക്കൊരു ഐഡിയ. നമ്മളെ ലണ്ടൻ സാറില്ലേ ഡിക്കൂന, അയാളോട് ചോദിച്ചാലോ? പുള്ളി കറക്റ്റ് ആയിരുന്നു. തിരിച്ച് ലണ്ടനിലേക്ക് പോയില്ലേ? വാപ്പച്ചി പറഞ്ഞ പോലെ നടുക്കടലിൽ പെട്ട പോലെയുണ്ട്. കബൂർ സീൻ. ഒന്നും കാണുന്നില്ലല്ലോ. ലാപ്ടോപ്പിൽ കാണുന്ന ഡേറ്റാസ് എല്ലാം സ്റ്റഡീസ് റിലേറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ? ഓക്കെ. പേഴ്സണൽ ഡയറിയിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഇനിയുള്ളത് ബുക്സാ. അതിലിപ്പോ എന്ത് കിട്ടാനാ? ചാർലി സാർ സയന്റിസ്റ്റ് അല്ലേ? റെഫറൻസ് ബുക്സ് കാണും. നീ ഒന്ന് നോക്ക്. ചിലപ്പോ നമ്മൾ അന്വേഷിക്കുന്ന ക്ലൂ ആ ബുക്സിനകത്ത് എന്തെങ്കിലും കിട്ടിയാലോ? ഇല്ല ജോൺ, നോ ചാൻസ്, നോ ചാൻസ് അറ്റ് ഓൾ.